ഗൈസ് ഇന്നലെ സിൽവ മുസ്തഫ ഖാന്റെ സിൽവാന്റെ എന്തോ ചാരിറ്റിയുടെ സംബന്ധമായിട്ടുള്ള എന്തോ ഒരു പരിപാടിക്ക് ഈ നീലക്കുയിലിനെ മൂപ്പരാൾ കൂടുന്നെങ്കിൽ എന്തിനു കൂടുന്നതാണാവോ? കാരണം എല്ലാ വിലയും കൂടിയും കളയാൻ വേണ്ടിയിട്ട്. കാരണം മൂപ്പര് ഇട്ട വീഡിയോന്റെ താഴെ കമന്റ് നോക്കിയാൽ കാര്യം മനസ്സിലാവും. ഈ നീലക്കുയിലിനെ എത്രത്തോളം മനുഷ്യന്മാർക്ക് വെറുപ്പാണ്, അത്രക്കും അറപ്പാണ് ആ ചങ്ങായിനെ എന്നുള്ളത് ആ വീഡിയോന്റെ കമന്റ് നോക്കിയാൽ മനസ്സിലാവും. കാരണം ഇയാളെ കയ്യിലിരിപ്പ് അതാണ് ഈ നീലക്കുയിലിന്റെ. അയാൾക്ക് എന്താ ആദ്യം അറിയേണ്ടത്? ഒരു മനുഷ്യനെ കണ്ട ആദ്യം അറിയേണ്ടത്, അതായത് പെണ്ണുങ്ങളൊക്കെ കാണുമ്പോൾ ആദ്യം അറിയേണ്ടത് ഇട്ട ഡ്രസ്സിന്റെ അളവ് എത്രയാണ്, ഇട്ട ചെരുപ്പിന്റെ നീളം എത്ര, തൊള്ളിയിൽ എത്ര പല്ലുണ്ട്, ഇതൊക്കെയാണ് അയാൾക്ക് അറിയേണ്ടത്. ഒരു കാര്യം ചെയ്യുന്നത്, എന്തെങ്കിലും പരിപാടി കഴിയുമ്പോൾ ആ പരിപാടി സംബന്ധമായിട്ട് എന്തെങ്കിലും കാര്യം ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിൽ കൂടുതൽ ഇയാൾക്ക് ഫസ്റ്റ് മുന്നേ അറിയേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരിട്ട ഡ്രസ്സിന്റെ അളവ്, ഇവരിട്ട് അവിടുന്ന് മേടിച്ചത്, ഇതൊക്കെ അറിഞ്ഞിട്ട് ഈ ചങ്ങായിക്ക് എന്തിനാ ഇനിയിപ്പോ അതൊക്കെ അറിഞ്ഞ് ഇയാൾ ഇടുന്ന പബ്ലിക്കായിട്ട് ഞമ്മക്കിപ്പത്ത ഓരോട്ട ഡ്രസ്സിന്റെ അളവും അതേപോലെ ഓരോടുന്ന മേടിച്ചെന്ന് അറിഞ്ഞിട്ട് ഞമ്മക്കിപ്പത്ത ഇയാള് വെറുതെ അങ്ങനെയുള്ള കയ്യിലിരിപ്പ് മോശം കൊണ്ട് ഇയാൾക്ക് അത്രയും നല്ല ചീത്തപ്പേരുണ്ട്. ഒരു നല്ല പരിപാടിക്ക് നമ്മളെ നാട്ടിലൊരു ചൊല്ലുണ്ട്, ഈ പാലിക്ക് ഒരു തുള്ളി മൂത്രം വീണാൽ തന്നെ അത് നജിസാവും, പോയി ബെടക്കായി എന്ന മാതിരി. നല്ല പരിപാടിക്കൊക്കെ ഈ ചങ്ങായിനൊന്നും ഒരു മനുഷ്യൻ വിളിച്ചല്ലിട്ടാ ഇങ്ങനത്തെ ചാരിറ്റി സംബന്ധം പറ്റി. കാരണം ഉള്ള ആൾക്കാരെ സപ്പോർട്ട് പോലും ഒരു 10 റുപ്യ ഒരാൾ തന്ന് സഹായിക്കണം എന്ന് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിക്കണമെങ്കിൽ അതുപോലെ ഈ സാധനങ്ങളെ കൊണ്ടൊക്കെ നഷ്ടപ്പെടും. അതാദ്യം മനസ്സിലാക്കി. ഞാനിതിൽ സിൽവ മുസ്തഫ ഖാനെ ഇതാക്കി പറയില്ല കേട്ടോ, കാരണം മുമ്പൊക്കെ നമ്മൾ അത്രയും റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഈ നീലക്കുയിലിനെയാണ് പറയുന്നത്. ഇന്ന് കേരളത്തിൽ ഏറ്റവും വെറുപ്പുള്ള മീഡിയന്റെ ഇതിൽ നീലക്കുയിൽ എന്റർടൈൻമെന്റ്സ് വെച്ച് നോക്കി, ഇയാളതിനേക്കാരം ഏറ്റവും കൂടുതൽ പോള് കിട്ടുക ഇട്ട് കഴിഞ്ഞാൽ. ഇയാളെയാണ് എല്ലാവർക്കും വെറുപ്പ്. ഈ എന്റർടൈൻമെന്റ് ഇയാൾ എന്ത് എന്റർടൈൻമെന്റാ കൊടുക്കണതില്? ഇയാളെ തൊള്ളേന്ന് എന്താ വരുന്നത്? ആ എന്റർടൈൻമെന്റിൽ ഉണ്ട് ഇയാളെ സ്വഭാവം എന്താണെന്നുള്ളത്. നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലത് തന്നെ പറയും, കൈയടിക്കുക തന്നെ ചെയ്യും. പക്ഷെ തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തന്നെ വേണം, അല്ലാതെ ഒരു രക്ഷയില്ല. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ബായ്.